റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് CPM സുപ്രീം കോടതിയിൽ. ആദ്യം കേരള സർക്കാർ, ലീഗ്, കോൺഗ്രസ്, ഇപ്പോൾ CPM. SIR റദ്ദാക്കണമെന്നാണ് ആവശ്യം. പ്രവാസികൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് ഹർജിയിൽ പറയുന്നു. SIR നീട്ടിവെക്കണമെന്ന സർക്കാരിന്റെ ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും ആവശ്യപ്പെടും. പിയാ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പിയാ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. പിയാ സുനിൽ, ഈ ഡിസംബർ 4-ാം തീയതിയോടുകൂടി SIR-ന്റെ പരിപാടികൾ അവസാനിക്കും. അപ്പോൾ പകുതി പിന്നിട്ടിരിക്കുന്നു. 4-ാം തീയതി തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ 18, 19 15 ദിവസമായി കഴിഞ്ഞു. ഇതിനിടയിൽ ഇപ്പോൾ ഹർജികൾ പലത് പോയി. സംസ്ഥാന സർക്കാർ, പ്രതിപക്ഷ പാർട്ടികൾ, ഇതിനിടയിൽ CPM എത്തുകയാണ്. ഈ 15 ദിവസം പൂർത്തിയായ SIR ഇടയ്ക്ക് വെച്ച് നിർത്താൻ സുപ്രീം കോടതി അനുവദിക്കുമോ? എന്താണ് പിയാസുനിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? എന്താണ് CPM-ന്റെ ഹർജിയിൽ പറയുന്നത്? അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും CPM ഈ ഹർജി സുപ്രീം കോടതിയിൽ നൽകിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് എന്നതാണ്. SIR നടപ്പാക്കുന്നതിലൂടെ ഒരുപാട് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയാണ്. മാത്രമല്ല, പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൂടി നിഷേധിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത് ജനാധിപത്യ അവകാശത്തിന്റെ ലംഘനമാണ്, ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നൊക്കെയാണ് CPIM ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ തന്നെ SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ SIR-ന്റെ കാര്യത്തിൽ പറയുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ SIR-ന്റെ നടപടികൾ നീട്ടിവെക്കണം എന്നതാണ്. ഏതായാലും ഈ കേസ് അടിയന്തരമായി സുപ്രീം കോടതി പരിഗണിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും ഇന്ന് ചീഫ് ജസ്റ്റിസ് ബെഞ്ചിന് മുമ്പാകെ ഈ കേസ് അടിയന്തരമായി പരിഗണിക്കണം എന്നാവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ CPIM-ന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അഭിഭാഷകർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് കേസിൽ സുപ്രീം കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ രാവിലെ 10:30 മണിക്ക് എല്ലാ അഭിഭാഷകരും ഹാജരായി ഈ കേസ് എത്രയും വേഗം പരിഗണിക്കണം, ഇത് അടിയന്തര പ്രാധാന്യമുള്ള കേസാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ കേസ് വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ പരിഗണിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും അങ്ങനെ പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഈ ഹർജികൾ കൊണ്ട് പ്രയോജനമുള്ളൂ എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും SIR നേരത്തെ സുപ്രീം കോടതിയിൽ വന്ന കേസാണ്. നേരത്തെ ബീഹാറിന്റെ SIR സുപ്രീം കോടതി പരിഗണിച്ചതാണ്. പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി പോയില്ല. അന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തണം എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. പക്ഷേ SIR-ന്റെ നടപടികൾ തടസ്സപ്പെടുത്താൻ സുപ്രീം കോടതി അന്ന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരും CPIM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ SIR നടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോകാൻ സാധ്യതയില്ല. പക്ഷേ അപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ പ്രവാസികളുടെ വോട്ടിന്റെ കാര്യത്തിൽ, വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ. ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയായിരിക്കും. സുപ്രീം കോടതി വേഗത്തിൽ ഈ കേസ് പരിഗണിക്കുമോ അതോ ഈ കേസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാതെയുള്ള ഒരു നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുമോ എന്ന് ഇന്നറിയാം. ഓക്കെ സുനിലെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു ഡൽഹിയിൽ. എങ്ങനെയുണ്ട്? വായുമലിനീകരണത്തിന് തോന്നുന്നു അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വായുമലിനീകരണ തോത് കൂടി വരുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസം 1-2 ദിവസങ്ങളിൽ ചെറിയ വായുമലിനീകരണ തോത് കുറഞ്ഞുവെങ്കിൽ പോലും ഇന്ന് അത് അതിരൂക്ഷമായി തന്നെ കൂടിയിട്ടുണ്ട്. ഇന്നൊക്കെ തന്നെ ഞാൻ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നോക്കുമ്പോൾ എല്ലായിടത്തും 400-ന് മുകളിലാണ്. ഇപ്പോൾ ആനന്ദ് വിഹാർ 417, അശോക് വിഹാർ 433, അതുപോലെ ചാന്ദിനി ചൌക്ക് 438, ജനക്പുരി 442. അപ്പോൾ ഡൽഹിയിൽ എല്ലായിടത്തും 400-ന് മുകളിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, 400-നും 500-നും ഇടയിൽ. അപ്പോൾ തീവ്രമായി തന്നെ തുടരുകയാണ്. സുപ്രീം കോടതിയൊക്കെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ മലിനീകരണ തോത് കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അതായാലും ഈ മലിനീകരണ തോത് കുറയ്ക്കാനായി ഇപ്പോൾ ഈ വെള്ളം സ്പ്രേ ചെയ്തൊക്കെയുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ അപ്പോഴും മഴ പെയ്തിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഓക്കെ, നമുക്ക് ഇവിടെ ആണെങ്കിൽ നല്ല മഴയുണ്ട്. ഇനി വരും ദിവസങ്ങളിലും മഴയാണ് എന്നാണ് പറയുന്നത്. താങ്ക് യു പിയാ സുനിൽ, താങ്ക് യു. ഞാൻ മറ്റൊരു വാർത്തയുമായി പിയാ സുനിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്താം. പിയാ സുനിലാണ് രാവിലെ ഈ വാർത്ത നൽകിയത്. CPM-ഉം അങ്ങനെ SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ആരൊക്കെയായി? അത് ലീഗ്, കോൺഗ്രസ്, സർക്കാർ, CPM. സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം.